അൽ അമലുൽ കബീറു, വലിയ പ്രതീക്ഷ. അൽ അമലു മീൻസ് പ്രതീക്ഷ. ഇതൊരു കവിതയാണ്, ഒരു ഷിഅറാണ്. ഇൽമിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, അറിവ് സമ്പാദിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. കവിത നോക്കാം. കഫാ ബിൽ ഇൽമി ഫില്ലുലുമാത്തി നൂറ യുബയ്യിനു ഫിൽ ഹയാത്തി ലനൽ ഉമൂറ. കഫാ ബിൽ ഇൽമി ഫില്ലുലുമാത്തി നൂറ, ഇരുട്ടിൽ പ്രകാശമായിക്കൊണ്ട് അറിവ് മതി. അതായത് അജ്ഞതയാകുന്ന ഇരുട്ടിൽ അറിവ് നമുക്കൊരു പ്രകാശമാണ്. അജ്ഞനായ ഒരാൾ, വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരാൾ വിദ്യാഭ്യാസം നേടിയാൽ അവൻ്റെ ആ അജ്ഞതയിൽ നിന്നും അവൻ പുറത്തു കടന്നു, അറിവില്ലായ്മയിൽ നിന്നും പുറത്തു കടന്നു. ഇരുട്ടിലകപ്പെട്ടയാൾക്ക് വെളിച്ചം കിട്ടുന്നത് പോലെയാണ് അജ്ഞതയിലുള്ള ഒരാൾക്ക് ഇൽമ്, അറിവ് കിട്ടുക എന്നത്. പിന്നീട് അവന് അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ എവിടെയും പെട്ടുപോവുകയില്ല. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വരാൻ അവന് കഴിയും. യുബയ്യിനു ഫിൽ ഹയാത്തി ലനൽ ഉമൂറ, അത് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു. അറിവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളുമൊക്കെ നമ്മെ മനസ്സിലാക്കി തരുന്നു നമ്മുടെ അറിവ്. തസീദ് ബിഹിൽ ഉഖൂലു ഹുദം വറുഷ്ദ, അറിവ് കൊണ്ട് മനുഷ്യൻ സന്മാർഗത്തിലാകുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയുടെ സന്മാർഗം അധികരിക്കുന്നു. മനുഷ്യൻ്റെ പക്വത അധികരിക്കുന്നു. അറിവുള്ളവരുടെ ജീവിതം പക്വമായിത്തീരുന്നു. സന്മാർഗത്തിലുള്ള, നേരായ മാർഗത്തിലുള്ള ജീവിതമാകും. വതസ്തഇലിൻ നുഫൂസു ബിഹി ശുഊറ, മനുഷ്യ മനസ്സുകൾ അറിവ് കൊണ്ട് ഉയർച്ചയിലെത്തും. അറാ ലുബ്ബൽ ഉലാ അദബൻ വ ഇൽമൻ, ഔന്നിത്യത്തിൻ്റെ ലുബ്, കാതൽ ഞാൻ കാണുന്നു. അദബം വ ഇൽമൻ, അദബിലും ഇൽമിലും, അറിവിലും സംസ്കാരത്തിലും. അറിവും സംസ്കാരവുമാണ് ഔന്നിത്യത്തിൻ്റെ കാതൽ. അതായത് ഔന്നിത്യത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അറിവാണ്. അറിവുള്ള ഒരാൾക്ക് മാത്രമേ ശരിയായ ഉന്നതിയിലെത്താൻ കഴിയൂ. ബിഗൈരിഹിമൽ ഉല അംസത് ഖുശൂറ, അവ രണ്ടുമില്ലാതെ, ഇൽമും അദബും, അറിവും സംസ്കാരവും ഇല്ലാതെയുള്ള ഔന്നിത്യം, ഉല എന്ന് പറയുന്നത് അംസത്ത് ഖുശൂറ, അത് വെറും പുറന്തോട് മാത്രമാണ്. കിഷറും ജമ ഖുശൂർ മീൻസ് പുറന്തോട്. പഴങ്ങളുടെയൊക്കെ പുറന്തോടിനാണ് കിഷർ എന്ന് പറയുക. നമ്മളൊരു പഴം കഴിക്കാൻ വേണ്ടി മുറിച്ചു നോക്കിയപ്പോൾ ഉള്ളു പൊള്ളയാണ്, ഉള്ളിലൊന്നുമില്ല, പുറന്തോട് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പഴം കൊണ്ട്, അതിനെ കൊണ്ട് നമുക്ക് വല്ല കാര്യവുമുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് അറിവും സംസ്കാരവും ഇല്ലാത്ത ഔന്നിത്യം. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, എപ്പോൾ വേണമെങ്കിലും ആ ഔന്നിത്യം ഇല്ലാതായി പോകും. അബ്ന അൽ മദാരിസി, സ്കൂളിലെ കുട്ടികളെ, ഇന്ന നഫ്സി തുഅമ്മിലു ഫീകുമുൽ അമലൽ കബീറ, എൻ്റെ മനസ്സ് നിങ്ങളിൽ വലിയൊരു പ്രതീക്ഷ വെക്കുന്നു. ഞാൻ നിങ്ങളിൽ വലിയൊരു പ്രതീക്ഷ വെക്കുന്നു. തുഅമ്മിലു, പ്രതീക്ഷ വെക്കുന്നു, ഫീക്കും, നിങ്ങളിൽ, അൽ അമലൽ കബീറ, വലിയ പ്രതീക്ഷ. നിങ്ങളിലാണ് പ്രതീക്ഷ, വിദ്യാർത്ഥികളിലാണ് പ്രതീക്ഷ എന്ന് പറയുകയാണ് കവി. സതക്തസിബുൽ ബിലാദു ബിക്കും ഉലുവ, രാജ്യം നിങ്ങളെ കൊണ്ട് ഔന്നിത്യം കരസ്ഥമാക്കും, ഉന്നതിയിലെത്തും. ഇദാ വജദത് ലഹാ മിൻകും നസീറ, അത് നിങ്ങളിൽ നിന്നും ഒരു സഹായിയെ കണ്ടെത്തിയാൽ, അതായത് നിങ്ങൾ രാജ്യത്തിന് സഹായകമായാൽ, നിങ്ങൾ രാജ്യത്തിന് സഹായം ചെയ്താൽ രാജ്യം ഔന്നിത്യത്തിലെത്തും, രാജ്യം ഉന്നതിയിലെത്തും. വഅസ്ബഹതും ബിഹാലിൽ ഇസ്സി ഹുസ്ന, നിങ്ങൾ രാജ്യത്തിൻ്റെ ഇസ്സിന്, പ്രതാപത്തിന് ഒരു കോട്ടയായിത്തീരും. വകുൻതും ഹൗലഹാലിൽ മജിദി സുവറ, നിങ്ങൾ രാജ്യത്തിൻ്റെ മഹത്വത്തിന് ചുറ്റുമതിലുകളായിത്തീരും. അതായത് വിദ്യാർത്ഥികളായ നിങ്ങൾ രാജ്യത്തെ ഹെൽപ്പ് ചെയ്താൽ, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, അത് രാജ്യത്തിൻ്റെ അഭിമാനത്തിനും രാജ്യത്തിൻ്റെ മഹത്വത്തിനും ഔന്നിത്യത്തിനുമൊക്കെയുള്ളൊരു കോട്ടയാണ്, ഒരു സംരക്ഷണമാണ് നിങ്ങൾ. അപ്പോൾ ഉയർന്നു വരുന്ന വിദ്യാർത്ഥികളിലാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷ. നാളെയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികൾ. ഈ കവിത എഴുതിയിരിക്കുന്നത് മഅറൂഫ് അർ-റുസാഫിയാണ്. ആരാണ് മഅറൂഫ് അർ-റുസാഫി എന്ന് നോക്കാം. അദീബുൻ വശാഇറുൻ ഇറാഖിയുൻ, ഇറാഖിയായ ഒരു സാഹിത്യകാരനും കവിയുമാണ് അദ്ദേഹം. അദീബ് മീൻസ് സാഹിത്യകാരൻ. ഇസ്മുഹു അൽ കാമിലു, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മഅറൂഫ് ഇബ്നു അബ്ദുൽ ഗനി റുസാഫി എന്നാണ്. ഉലിദ ഫി ബഗ്ദാദ, അദ്ദേഹം ബഗ്ദാദിൽ ജനിച്ചു.
ബഗ്ദാദ് ആസിമത്തു അൽ ഇറാഖ്, ഇറാഖിൻ്റെ തലസ്ഥാനമാണ് ബഗ്ദാദ്. ആമ 1875 മീലദിയ, 1875 അദ്ദേഹം ജനിച്ചത്. ലഹു മുഅല്ലഫാത്തുൻ കസീറത്തുൻ, അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട്. മിൻഹ, അവയിൽപ്പെട്ടതാണ് ദീവാനു റുസാഫി, ഒന്ന് ദീവാനു റുസാഫി, പിന്നെ മുഹാദറാത്തുൻ ഫിൽ അദബിൽ അറബി. ഇവ രണ്ടും അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ്. ദീവാൻ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരമാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം മീൻസ് കുറേ കവിതകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു പുസ്തകം. തൂഫിയ ആമ 1945 മീലാദിയ, 1945 അദ്ദേഹം മരണപ്പെട്ടു. ഇനി നഖ്റഉ തസ്രീഹാത്തി, സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വായിക്കാം. തസ്രീഹാത്ത് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, താഴെയുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. വനഖ്താറു സത്റൽ മുവാഫിഖ, എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്ന വരി കണ്ടെത്താം. മിനൽ മൻലൂമി, കവിതയിൽ നിന്നും. വനക്തുബ്, എന്നിട്ട് ഇവിടെ എഴുതാം. അതായത് ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അവയുമായിട്ട് യോജിക്കുന്ന വരികൾ നമ്മുടെ കവിതയിൽ നിന്നും കണ്ടെത്തണം. സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കാം. അൽ ഇൽമു നൂറുൻ ഫിൽ ദുലുമാത്തി, ഇൽമ് അന്ധകാരത്തിൽ വെളിച്ചമാണ്, ഇരുട്ടിൽ വെളിച്ചമാണ്. വ തിബിയാനുൻ ഫിൽ ഹയാത്തി, ജീവിതത്തിൽ വഴി കാണിച്ചു തരുന്ന, വ്യക്തത വരുത്തി തരുന്ന കാര്യമാണ് ഇൽമ്. ഇത് ഏത് വരിയിലാണുള്ളത്? ഒന്നാമത്തെ വരിയാണ് ഇതുമായിട്ട് യോജിക്കുന്നത്. ഒന്നാമത്തെ വരിയായ കഫാബിൽ ഇൽമി ഫിൽ ദുലുമാത്തി നൂറ യുബയ്യിനു ഫിൽ ഹയാത്തി ലനൽ ഉമൂറ, അതിവിടെ എഴുതുക. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അൽ ഇൽമു വൽ അദബു ഹുമാ ലുബ്ബുൽ ഉല, അറിവും സംസ്കാരവും ഔന്നിത്യത്തിൻ്റെ കാതലാണ്. വദൂനഹുമാ ഗൈറു മുഫീദ്, അവ രണ്ടുമില്ലാതെ ഉള്ള ഔന്നിത്യം ഗൈറു മുഫീദാണ്, ഉപകാരമില്ലാത്തതാണ്. ഇത് ഏത് വരിയിലാണുള്ളത്? മൂന്നാമത്തെ വരി. അറാലുബൽ ഉല അദബൻ വ ഇൽമൻ ബിഗൈരിഹിമൽ ഉല അംസദ് ഖുശൂറ. ഇനി യസ്ദാദുൽ ഹുദാ വറുഷ്ദു ബിൽ ഇൽമി, ഇൽമു കൊണ്ട് സന്മാർഗവും മാർഗദർശനവും പക്വതയുമൊക്കെ യസ്ദാദു അധികരിക്കും. വയർത്തഖി ശഊറുൻ നഫ്സി ബിഹി, മനുഷ്യൻ്റെ മാനസിക വൈകാരിക തലങ്ങൾ അതുകൊണ്ട് ഉയർച്ചയിലെത്തും. ഇത് ഏത് വരിയിലാണ് പറയുന്നത്? രണ്ടാമത്തെ വരിയിലാണ് പറയുന്നത്. തസീദു ബിഹിൽ ഉഖൂലു ഹുദൻ വറുഷ്ദൻ വതസ്തഇലിൻ നുഫൂസു ബിഹി ശുഊറ. അടുത്തത് അദ്ദാരിസൂനഹും സബബു ഉലുവിൽ ബിലാദി വനസ്രിഹ, വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ ഉയർച്ചയുടെയും സഹായത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഏത് വരിയിലാണ്? സതക്തസിബുൽ ബിലാദ് ബിക്കും ഉലുവ ഇദാ വജദത് ലഹാ മിൻകും നസീറ, ആ വരിയിലാണല്ലേ. അടുത്തത് യുസ്ബിഹു ദാരിസൂന ഹുസൂനം വസുവറൻ ലിഇസ്സിൽ ബിലാദി വമജ്ദിഹ, വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ പ്രതാപത്തിനും മഹത്വത്തിനും ചുറ്റുമതിലും കോട്ടയുമായി തീരുന്നു. ഇത് പറയുന്നത് അവസാന വരിയിലാണ്. വാസ്ബഹത്തും ബിഹാലിൽ ഇസ്സി ഹിസ്നൻ വകുന്തും ഹൗലഹാലിൽ മജ്ദി സുവറൻ. ഈ വരികളൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അടുത്തത് മഫ്ഹൂമുൽ മൻലൂം, കവിതയുടെ ഉള്ളടക്കം, ആശയം ഇവിടെ കൊടുത്തിരിക്കുന്നു. അൽ ഇൽമു നൂറും ഫീ ദുലുമാത്തിൽ ജഹലി, അറിവ് അജ്ഞതയാകുന്ന ഇരുട്ടിലെ പ്രകാശമാണ്. അൽ ഇൽമു നൂറുൻ, അറിവ് പ്രകാശമാണ്. ഫീ ദുലുമാത്തിൽ ജഹലി, അജ്ഞതയാകുന്ന ഇരുട്ടിലെ. അൽ ഇൽമു യുനവ്വിറു ഹയാത്തൽ ഇൻസാനി, ഇൽമ് മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നു, അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നു ഇൽമ്. യുഅത്തുൽ ഇൽമു അൽ ആഖില ഹുദൻ വറുഷ്ദൻ, ഇൽമ് ആഖിലിന്, ബുദ്ധിയുള്ളവന്, അതായത് മനുഷ്യന് സന്മാർഗവും മാർഗദർശനവും നൽകുന്നു. വബിഹി തസ്തഇലിൻ നുഫൂസു, ഇൽമു കൊണ്ട് മനുഷ്യ മനസ്സുകൾ ഉയരുന്നു, മനുഷ്യൻ്റെ ബുദ്ധി ഉയരുന്നു. അൽ ഇൽമു അസാലത്തുൽ മജ്ദി, മഹത്വത്തിൻ്റെ അസാലത്താണ്, അടിത്തറയാണ്, അടിസ്ഥാനമാണ് ഇൽമ്. തക്തസിബുൽ ബിലാദു അൽ മജ്ദ വർറിഫ്അത ബിഔനി ദാരിസീന, വിദ്യാർത്ഥികളുടെ ഔന്, സഹായത്തോടെ രാജ്യം മജിദും, പ്രതാപവും മഹത്വവും, റിഫ്അത്ത്, ഉയർച്ചയുമൊക്കെ കരസ്ഥമാക്കുന്നു. തക്തസിബു, കരസ്ഥമാക്കുന്നു, അൽ ബിലാദു, രാജ്യം, അൽ മജ്ദ വറിഫ്അത, ഉയർച്ചയും മഹത്വവും, ബി ഔനി ദാരിസീന, വിദ്യാർത്ഥികളുടെ സഹായത്തോടെ. യുസ്ബിഹു ദാരിസൂന, വിദ്യാർത്ഥികളായിത്തീരുന്നു. ഹുസൂനം വസുവറൻ, കോട്ടകളും മതിലുകളുമായി തീരുന്നു. ലി ഇസ്സിൽ ബിലാദി, രാജ്യത്തിൻ്റെ പ്രതാപത്തിന്. ഇനി നുറാജി ഉൽ മൻലൂമ, നമുക്ക് കവിത ഒന്നുകൂടെ വായിച്ചു നോക്കാം. വനഖ്താറുൽ കലിമാത്തുൽ മുതനാഗിമ,
എന്നിട്ട് റൈമിംഗ് വേർഡ്സ് കണ്ടെത്താം. അൽ കലിമാത്തുൽ മുത്തനാഗിമ മീൻസ് റൈമിംഗ് വേർഡ്സ്, അതായത് അവസാനം ഒരേ താളത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ. ഇവിടെ കവിത നോക്കിയാൽ മനസ്സിലാകും. അൽ ഉമൂറ, ഷൂറ, ഖുഷൂറ, കബീറ, നസീറ, സുറ, ഇതെല്ലാം ഒരേ രൂപത്തിൽ ഒരേ താളത്തിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇവയൊക്കെയാണ് അൽ കലിമാത്തുൽ മുത്തനാഗിമ. ആ വാക്കുകൾ ഇവിടെ എഴുതാം. ഉമൂറ, ഷൂറ അത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖുഷൂറ, കബീറ, നസീറ, സുറ അതൊക്കെ ഇവിടെ എഴുതാം. അടുത്തത് നുൻഷിദുൽ അബിയാത്ത താലിയ, താഴെയുള്ള ബൈത്തുകൾ കവിതാ ശകലങ്ങൾ നമുക്ക് പാടി നോക്കാം. വനഖ്താറു മിൻഹ മാ യുനാസിബു ലഹനൽ മൻലൂമി അൽ അമലുൽ കബീർ. അൽ അമലുൽ കബീർ എന്ന കവിതയുടെ ഈണവുമായി യോജിക്കുന്ന ബൈത്ത് ഇതിൽ നിന്നും കണ്ടെത്താം. വനഖ്താർ മിൻഹ അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം. മാ യുനാസിബു യോജിക്കുന്നത് സെലക്ട് ചെയ്യണം. ഏതിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? താഴെ 3 കവിതകൾ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ നിന്നും സെലക്ട് ചെയ്യാം. എന്തുമായിട്ട് യോജിക്കുന്നതാണ്? ലഹനൽ മൻലൂമി അൽ അമലുൽ കബീർ. അൽ അമലുൽ കബീർ എന്ന മൻലൂമിൻ്റെ ലഹനുമായിട്ട് ഈണവുമായിട്ട് യോജിക്കുന്ന ബൈത്തുകളാണ് താഴെ നിന്നും കണ്ടെത്തേണ്ടത്. അതിൻ്റെ ഈണം മീൻസ് ആ കവിത ചൊല്ലാൻ കഴിയുന്ന അതേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്ന കവിതയാണ് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം ആ കവിതയൊന്ന് ചൊല്ലി നോക്കാം. കഫാബിൽ എൽമി ഫില്ലുലുമാത്തി നൂറ യുബയ്യനു ഫിൽ ഹയാത്തിലനൽ ഉമൂറ. ഇതാണ് അതിൻ്റെ ഒരു ഈണം. ഇനി ഇവിടെയുള്ള കവിതകൾ ചൊല്ലി നോക്കാം. ഇന്നൽ ഫിറാഷൻ നായിമ ഫിഹി തനാമു ദായിമൻ നമ്യ ഹബീബി സാലിമൻ നം ആമിനൻ നം ആമിനൻ. ഇത് ആ കവിതയുടെ ലഹനുമായിട്ട് ഈണവുമായിട്ട് യോജിക്കുന്നില്ല. അടുത്തത് മാ അജ്മലൽ ഖമറ ഫില്ലൈലി ഇൻ ലഹറ മുതബസ്സിമൻ ഹുൽവ ബൈനൻ നുജൂമി തറ. ഇതും യോജിക്കുന്നില്ല. ഇദർത്തവത്തിൽ ബിലാദു ബിഫൈൽ ഇൽമിൻ ഫആജിസ് അഹ്ലിഹാ യുംസിഹാ ഖദീറ. ഇത് യോജിക്കുന്നുണ്ട്. വയഖ്വാ മൻ യകൂനു ബിഹാ ലഈഫ വയഗ്നാ മൻ യഈഷു ബിഹാ ഫഖീറ. ഇതാണ് ആ കവിതയുടെ ലഹന് ഈണവുമായി യോജിക്കുന്നത്. അടുത്ത പേജിൽ നമ്മുടെ 1ാമത്തെ യൂണിറ്റിൽ വന്ന വാക്കുകൾ കുറേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ പഠിക്കുക. അടുത്ത വീഡിയോയിൽ 2ാമത്തെ യൂണിറ്റ് പറയാം.